ഹലോ ഹായ്, ഞാൻ ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് വയ്ക്കാൻ പോകുന്നത്. ഞങ്ങളിത് കുഞ്ഞു തൈപ്പിലാണ് പ്ലാവിൽ ചക്ക കായ്ച്ചു. ഞങ്ങളത് പറിച്ചു. ചക്ക വിളഞ്ഞൊന്നുമില്ല. എങ്കിലും ആ ചക്കക്കുരു എടുത്ത് ഞങ്ങളൊരു ചെറിയ മെഴുക്കുവരട്ടി വയ്ക്കാൻ പോയാണ്. ഞാൻ ചക്കക്കുരു പൊളിച്ച് വെച്ചേക്കുന്നതേ. ഞാൻ പൊളിച്ച് വെച്ച ചക്കക്കുരു അരിഞ്ഞ് കഴുകി ഞാൻ അടുപ്പിൽ വെച്ച് ഇനി അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ട് അത് വേകാനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ വേഗം വയ്ക്കാൻ പോവാണേ. ചക്കക്കുരു ചക്കക്കുരുൻ്റെ മൂടി തുറന്ന് എന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ആ ചക്കക്കുരു കീറുക അടുപ്പ് വേഗം വെച്ചതിന് ശേഷം അതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാനായിട്ട് ഒരു സവോളയും ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചു. സ്വല്പം കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. സവോളയൊക്കെ നല്ല ചുമന്നുള്ളി ഇടുന്നതാണ് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ. ഇവിടുത്തെ ചുമന്നുള്ളി ഇച്ചിരി കുറവാണ്. ഞാൻ ഒരു സവോള എടുത്ത് അളന്ന് വെച്ച് സവോള ഇടുന്നത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ പാൻ അടുപ്പിൽ വെച്ചു. എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഞാൻ. ഇനി അരിഞ്ഞ് വെച്ച ഇഞ്ചി അതിടാൻ പോവാണ്. ഇഞ്ചി ഇട്ട് കുറച്ചൊന്ന് മൂക്കട്ടെ. ഇഞ്ചി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മൂത്ത് കഴിയുന്നൊക്കെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒന്ന് മൂത്തോട്ടെ. സവോളയ്ക്ക് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. മുളകിന് സവോള ഉപ്പ് ഇട്ട് ചതുപ്പത്തിന് ഉപ്പിട്ടതാണല്ലോ, അതുകൊണ്ട് സവോളയ്ക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴന്നിട്ട് നമുക്ക് ചക്കക്കുരു ഇട്ട് കോരി എടുക്കും. ഇട്ട് ഫ്രൈ ചെയ്യാം. ഒന്ന് വഴന്ന് കിട്ടിയേ നമ്മൾ ചക്കക്കുരു കഴിഞ്ഞിട്ടൊക്കെ ഇടാം. ഇത് നന്നായിട്ട് ഫ്രൈ ആകട്ടെ. ഫ്രൈ ആയി കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ പാനിനകത്തിട്ട് ചക്കക്കുരു ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 10 മിനിറ്റ് കിടക്കട്ടെ. ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാമേ. അങ്ങനെ എൻ്റെ ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡിയായേ. നിങ്ങളിതുപോലെ തന്നെ വെച്ച് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ.